നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നത്തെ വൈകുന്നേരത്തെ കഥകളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടോ. എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യവേ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളെ നമ്മൾ കാണുന്ന ഇന്ദിരാമ്മയോട് തന്റെ സംശയം ചോദിക്കുവാണ് നന്ദിത. അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാ കൃത്യസമയത്ത് തന്നെ സുകന്യയുടെ അച്ഛനും അമ്മയൊക്കെ അവിടേക്ക് വന്നേ ഈ കല്യാണത്തിനൊക്കെ സമ്മതിച്ചെന്ന് ചോദിക്കുക. അത് അവരെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ വന്നത്. എന്നാലും എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കല്യാണം മുടങ്ങുക, ആ സമയത്ത് തന്നെ പെട്ടെന്നൊരു വധുവിനെ കണ്ടെത്തുക, എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉള്ളപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിലും ആ പെണ്ണ് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ധർമ്മന അത്തരക്കാരനാണോ? ഒരിക്കലും അല്ല. എന്റെ മോൻ അത്തരം ഒരു ചതി ആരോടും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നട്ടലുണ്ട്, അവൻ വിളിച്ചോണ്ട് വരത്തുള്ളൂ. ഇത് മനഃപൂർവ്വം ആരുടെ ചതിയാന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും രാജശ്രീ അങ്ങോട്ടേക്ക് വന്നു. രാജശ്രീ വന്നു കഴിഞ്ഞപ്പോൾ രാജശ്രീ പറഞ്ഞു, അതെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ധർമ്മന്റെ കല്യാണം നടന്നല്ലോ. ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയായിരുന്നു. ധർമ്മന്റെ കല്യാണം നടന്നില്ല എന്ത് ചെയ്യുന്നു ഓർത്തു. ആ കൃത്യസമയത്ത് തന്നെയാ സുകന്യയുടെ അച്ഛൻ വന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു. ആ സമയം നന്ദിത ചോദിച്ചു, സുകന്യ പൂർണ്ണ മനസ്സോട് തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചേ? പിന്നല്ലാതെ എന്ന് രാജശ്രീ പറഞ്ഞു. അവൾക്ക് പൂർണ്ണ സമ്മതം. ധർമ്മൻ എപ്പോഴും നല്ലൊരു ചെറുപ്പക്കാരനെ വേറെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? ഇന്ദിരാമ പറഞ്ഞു, അതെ, എന്റെ മോൻ ഭയങ്കര പാവാ. അവനങ്ങനെ ആരും വഞ്ചിക്കാനോ അങ്ങനെയൊന്നും അറിയത്തില്ല. അവൻ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അവന്റെ ചേട്ടന്മാർ അവനോട് എത്രയൊക്കെ ദ്രോഹം ചെയ്താ എന്നിട്ടും അവൻ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ അവൻ എത്രമാത്രം സ്നേഹം എല്ലാവരോടും ഉള്ളത് കൊണ്ടാ. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ബാലൻ കല്യാണം നടത്തുമെന്നും പറഞ്ഞ് വഞ്ചിച്ചില്ലേ? അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു, ബാലിന് ഒരിക്കലും അങ്ങനെ ഒരു ചതി ചെയ്യില്ല രാജശ്രീ. അതൊക്കെ നിന്റെ തോന്നല് മാത്രം. ബാലിനെ എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ ഇത്ര ആർഭാടമായിട്ട് കല്യാണം എല്ലാം വിളിച്ച് ഇത്ര ആൾക്കാരെ ക്ഷണിച്ച് കാര്യങ്ങളൊക്കെ നടത്തേണ്ട കാര്യം ബാലിനില്ലായിരുന്നു. ഇതൊക്കെ അമ്മ പറയും. അമ്മയില്ലെങ്കിലും അവരോട് സൈഡല്ലേ നിൽക്കത്തുള്ളൂ. ഗോമതി ചേച്ചിയുടെ ഒപ്പം അല്ലെ അമ്മ നിൽക്കത്തുള്ളൂ. അമ്മയോട് പറഞ്ഞ അമ്മയുടെ തലയ്ക്കകത്തേക്കൊന്നും കയറത്തില്ലോ എന്നൊക്കെ രാജശ്രീ പറഞ്ഞു. ഈ സമയത്ത് ബാലൻ മുറിയിലേക്ക് വന്നിട്ട് വല്ലാതിരിക്കുകയാണ്. ആ സമയം ഗോമതി എന്നിട്ട്, എന്താ ബാലേട്ടാ, ബാലേട്ടൻ ഡ്രസ്സ് പോലും മാറില്ലോ? എനിക്കൊന്നിനും തോന്നില്ല ഗോമതി. എന്താ ബാലേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക. എന്ത് വന്നാലും നമ്മൾ അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണ്ടേ? അല്ല, നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്കും എത്ര മോഹമായിരുന്നു. അവര് മണിയറയൊക്കെ അലങ്കരിക്കാനായിട്ട് സന്തോഷിച്ചിരുന്നല്ലേ. എന്നിട്ട് ഇപ്പോഴോ? ഗോമതി പറഞ്ഞു, സാരമില്ല, എല്ലാം അതിൻ്റെതായ മുറയ്ക്ക് നടക്കട്ടെ. ബാലൻ പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ധർമ്മന്റെ കല്യാണം നടന്നല്ലോ, അവന് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് ആ സൗദാമനി എന്ന് പറഞ്ഞിട്ട് ആ വന്നവള്, അവൾ ഏതാ എന്താ അതൊന്നും എനിക്കറിയില്ല ഗോമതി. കല്യാണം മുടക്കാനായിട്ട് ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ തോന്നേ. അത് ആരാന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ഗോമതി പറഞ്ഞു, ബാലയുടെ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് കണ്ടുപിടിക്കാം. അതാരാണെങ്കിലും നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല. ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കുക തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പൊ ആരിനാണെങ്കിലും ആനന്ദാണെങ്കിലും മര്യാദക്കിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അവര് പ്രശ്നം ഉണ്ടാക്കാൻ പോയനും. ബാലൻ പറഞ്ഞു. ഗോമതി, എന്തിനാ ബാലേട്ടാ, ശരിക്കും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യത്തിന് ഉണ്ടാക്കുക തന്നെ വേണം. ഒരുപക്ഷെ കൃഷ്ണമംഗലക്കാരുടെ ചതിയാണെങ്കിൽ ഇത് ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്നില്ല ബാലേട്ടാ. ധർമ്മന്റെ ഒരു ജീവിതം കിട്ടിയെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ ഇതെങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നേ. അതേ സമയത്ത് ശ്രീദേവിയുടെ അടുത്ത് എന്നിട്ട് ഉദയഭാനുവും ശ്രീകലയും പറഞ്ഞു, എന്ത് പരിപാടിയാ മോളെ നീ കാണിച്ചെന്ന് ചോദിക്കണേ. എന്താ? അല്ല, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് പോന്നെ എന്തിനാന്നോ? അവൻ ബാഗ് കൊണ്ട് തന്നിപ്പോ അതും മേടിച്ചു നീ ഇങ്ങോട്ടേക്ക് പോരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോഴേക്ക് ശ്രീദേവിക്ക് ദേഷ്യമായി. അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ പറയാം, പക്ഷേ എന്റെ അവസ്ഥ എനിക്കേ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പിന്നെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെ മുന്നിലായിട്ട് എന്നെ നാണം കെടുത്തിയ ആനന്ദേട്ടൻ പിന്നെ നാണം കെടുത്തും. അവനൊന്നും പറയാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ധർമ്മന്റെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ. അവൻ എന്തേലും പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അച്ഛന് ചിലപ്പോൾ തോന്നുന്നില്ലായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ദേഷ്യത്തിലായിരുന്നു ആനന്ദേട്ടൻ. അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ അവിടെ കഴിവച്ചാ? ഇത്രയും വലിയ ചതി ആ കുടുംബത്തോട് ചെയ്തിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ? അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഞാൻ എത്ര വലിയ ക്രൂരത ആ കുടുംബത്തോട് ചെയ്തെന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തേ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ കാരണം എൻ്റെ ജീവിതം നശിച്ചേ. ഇപ്പൊ നിങ്ങക്ക് സന്തോഷമായല്ലോ. അവൻ ബാഗ് തന്ന് വിടാനും അതും പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരാനും. എടി, നീ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകത്തില്ലായിരുന്നു. പിന്നെ അതൊക്കെ അച്ഛന് പറയാം. ഇപ്പൊ സമാധാനമായല്ലോ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ കാലെ കയ്യെ പിടിച്ച് പറഞ്ഞല്ലേ എനിക്ക് ഈ ബന്ധം വേണ്ടാന്ന്.
ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്കോ കൂലിപ്പണിക്കാരന്റെ വീട്ടിലേക്ക് വിട്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഒന്നുമില്ലാന്നും പറഞ്ഞ് ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയനും. പക്ഷെ ഇതിപ്പോഴോ ഉള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നുണയുടെ ഒരു കൂമ്പാരം ഉണ്ടാക്കി എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഒടുവില് ദേ ആ കൂമ്പാരമൊക്കെ ഇടിച്ചു താർത്തിരിക്കും ആനന്ദേട്ടൻ. ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് എന്തോ ഭൂകമ്പം ഉണ്ടാകുന്ന അറിയത്തില്ല. ബാലച്ചനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ വെക്കുമെന്ന് പോലും അറിയത്തില്ല. എന്നെ മാത്രമല്ല അച്ഛനെ അമ്മേനെ അതുപോലെ തന്നെയാ. നിങ്ങൾ എന്തായാലും വെറുതെ വിടത്തില്ല. നിങ്ങൾക്കിട്ട് നല്ല പണി കിട്ടുമെന്ന് പറയണം. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, പിന്നെ പണി കിട്ടും പോലും. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കാനാ പ്ലാനെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്കണം കേട്ടോ. നിങ്ങളായി നിങ്ങളുടെ പാടായി. അതും പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് കയറിപ്പോയി. ഉദയഭാനു പറഞ്ഞു, ശ്രീകലെ ഇത് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ഇത്ര കള്ളത്തരമൊക്കെ കാണിച്ച് നമ്മൾ കല്യാണം നടത്തിയതല്ലേ. അപ്പൊ പിന്നെ അവിടേക്ക് ശ്രീദേവിനെ കൊണ്ടേ വരണ്ടെന്ന് ചോദിക്കുക. എങ്ങനെ? എന്തെങ്കിലും കള്ളത്തരം കാണിക്കണം. അവളെ നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. അത് പറഞ്ഞു വിടാതെ പറ്റില്ല. കാരണം അവള് അവിടെയാണ് നിൽക്കേണ്ടത്. ഇത്രയും പണമൊക്കെ മുടക്കി കല്യാണം നടത്താമെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ എനിക്ക് നോക്കാനറിയാം. ഈ ഉദയഭാനുവിന്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ട്. എന്ത് ഐഡിയ? അതൊക്കെ ഉണ്ട്. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, ഒടുവിൽ പാരയാവരുത്. എന്ത് പാര? ഇതൊന്നും പാരയാവാൻ പോകുന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ നോക്കിയോ ശ്രീകലെ, അവൾ അവിടെ പോയി നല്ല രാജ്ഞിയായിട്ട് വാഴുക തന്നെ ചെയ്യും. രാജ്ഞി ആയില്ലേലും കുഴപ്പമില്ല. അവൾ സ്വസ്ഥതയോടെ സമാധാനത്തിനും കഴിഞ്ഞാൽ മതിയായിരുന്നു. നമ്മുടെ മോളല്ലേ, അവളുടെ സ്വഭാവം അറിയാലോ. അവൾക്ക് നല്ല വിഷമമുണ്ട്. കല്യാണം നടന്നില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊന്നും മേലാത്ത അവസ്ഥയിലല്ലേ. 2 ദിവസം കഴിയുമ്പോഴത്തേന് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങും, എന്താ മോള് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. നമ്മൾ എത്ര പേരോട് സമാധാനം പറഞ്ഞാലാ. അത് മാത്രമല്ല, കല്യാണത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിയ പൈസ ഇതുവരെയായിട്ടും കൊടുത്തിട്ടും കൂടെ ഇല്ല. ഉദയഭാനു പറഞ്ഞു, എല്ലാം നേരെ വന്നൊരു സമയം വരൂടി, നീ ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ പോയി ഫ്രഷൊക്കെ ആയിട്ട് വരുവാണ്. അങ്ങനെ വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുക. ആ സമയത്ത് സുകന്യ അധികം സംസാരിക്കാനൊന്നും പോയില്ല. രാജശ്രീക്ക് ഒരു നല്ല ടെൻഷനുണ്ട്. അവളോട് മിണ്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ആയിരിക്കും ചിലവരും മറുപടിയൊക്കെ പറയണേ. അതുകൊണ്ട് അധികം അങ്ങനെ ഇപ്പം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കിടാതിരിക്കാൻ നല്ലതെന്ന് ഓർത്തിട്ട് രാജശ്രീയൊന്നും മിണ്ടിയില്ല. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും സുകന്യയെ വിളിച്ചിട്ട് ഇന്ദിരാമ്മ പറഞ്ഞു, മോളെ മുറിയിലേക്ക് പോകുമ്പോൾ പാലും കൊണ്ട് പോകണമെന്ന് പറയണം. രാജശ്രീ പറഞ്ഞു, അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം അമ്മയെന്ന് പറയണം. അങ്ങനെ നന്ദിനിയും രാജശ്രീയും കൂടെ പാലൊക്കെ റെഡിയാക്കി. അതിനുശേഷം രാജശ്രീ സുകന്യയെ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇതും കൊണ്ട് മുറിയിലേക്ക് പോയിക്കോളാൻ പറയണം. അപ്പോഴേക്കും രാജശ്രീ വെച്ചു, അപ്പോഴേക്ക് സുകന്യ വെച്ചു, ഇതെന്തിനാന്ന് ചോദിക്കണം. എന്തിനാന്ന് മനസ്സിലായില്ലേ? ആദ്യ രാത്രി പാലൊക്കെ ആയിട്ട് വേണം പോവാനായിട്ട്. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അയ്യോ മോളെ, അങ്ങനെയൊക്കെയാ ചടങ്ങ് അതിൻ്റെതായ രീതിക്ക് നടത്തണമെന്ന് നന്ദിത പറഞ്ഞു. മനസ്സോടെയൊക്കെ ആണെങ്കിലും സുകന്യ പാലുമായിട്ട് നേരം മുറിയിലേക്ക് പോവാണ്. ഈ സമയം ധർമ്മനാണെങ്കിലും വല്ലാത്തൊരു ടെൻഷൻ അസ്വസ്ഥതയൊക്കെയായിരുന്നു. കാരണം ദേവമംഗൽ താനിപ്പോൾ കഴിയേണ്ടത് അവിടെയായിരുന്നെങ്കിൽ തനിക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ താൻ ഇവിടെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? സുകന്യ എങ്ങനെയാ ഏത് വിധമാണെന്നൊന്നും അറിയത്തില്ല. സുകന്യയോട് നേരെ ചൊവ്വൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. എങ്ങനെയായി തീരും തന്റെ ജീവമെന്ന് പോലും ധർമ്മൻ അറിയണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുകന്യ മുറിയിലേക്ക് വന്നപ്പോൾ കൈ പാല് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സുകന്യ വന്നിട്ട് പറഞ്ഞു, പാലെന്ന് പറയണം. ആ സമയം ധർമ്മൻ സുകന്യനെ നോക്കി. അങ്ങനെ പാലും കൂടി മേടിച്ചിട്ട് പകുതി കുടിച്ചിട്ട് വേണമല്ലോ കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുക്കാൻ സമയത്ത് സോന്യ പറഞ്ഞു, അതെ എനിക്ക് വേണ്ടാന്ന് പറയണം. വേണ്ടാന്നോ? അതെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ധർമ്മം കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോയില്ല. ധർമ്മന് മനസ്സിലായി ഇവൾക്ക് ചിലപ്പോൾ തന്നെ ഇഷ്ടമില്ലായിരിക്കും. തന്നെ ഇഷ്ടപ്പെടാതെയാണോ ഇവള് കല്യാണം കഴിച്ച ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോന്നും അറിയത്തില്ല. ധർമ്മന സുകന്യയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയും ചെയ്തു, എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ വിവാഹം കഴിച്ചത്, അതോ മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പം സുകന്യക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, സുകന്യ കിടന്നോളാൻ പറയാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ക്ഷീണമുണ്ട്, എനിക്ക് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് കിടക്കുവാണ്. ധർമ്മന് നല്ല ടെൻഷനായിരുന്നു. കാരണം ധർമ്മന്റെ മനസ്സിൽ ദേവമംഗലം മാത്രമായിരുന്നു. കാരണം എന്തോ വലിയൊരു ചതി നടന്നിട്ടുണ്ട്. ഇപ്പം അളിയനാണെങ്കിലും ചേച്ചിയാണെങ്കിലും വല്ലാത്ത സങ്കടത്തിലായിരിക്കും. ഇന്ന് തൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റാന്ന് മോഹിച്ചിരുന്നാണ് ചേച്ചി. അപ്പം ആ പ്രതീക്ഷകളൊക്കെ തകർന്നു പോയിരിക്കുന്നത്. അപ്പം അവരുടെ കണ്ണീര് കണ്ടിട്ടാണ് തൻ്റെ കല്യാണം നടന്നിരിക്കുന്നത്. അതൊക്കെയായിരുന്നു ധർമ്മൻ്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പക്ഷെ സുകന്യയ്ക്ക് ഒരു കുലുക്കമില്ലായിരുന്നു. സുകന്യ അത് പറഞ്ഞ ഉടനെ സുകന്യ എന്ത് ചെയ്തു, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുകന്യം കയറി കിടക്കണം. ധർമ്മനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെയായിട്ടാണ് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു അറിയത്തില്ല. കാരണം അവളെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ആദ്യമായിട്ട് കണ്ടു ആ നിമിഷം തന്നെ അവളുടെ കഴുത്തിൽ താലിയും ചാർത്തി.
ഇനിയിപ്പോൾ എന്തായി തീരുന്നോർത്ത് ധർമ്മന് ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ സുകന്യ ഇനി 8ന്റെ പണി തന്നെയാണ് കൃഷ്ണമംഗലംകാർക്ക് കൊടുക്കാൻ പോകുന്നത്. രാജനൊന്നും ഉദ്ദേശിച്ച പോലെ ഒരു പെണ്ണ അല്ലായിരുന്നു അവള്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.